ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതനായിരിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കാം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളെ ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിലേർപ്പെടുത്തിയതിലും അങ്ങ് പ്രദർശിപ്പിച്ച കാര്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥലത്തിൻ്റെയും നാഥായ എന്നേക്കും. സഹോദര വിശുദ്ധ പൗലോ പത്രോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായനം. ഭർത്താക്കന്മാരെ സ്ത്രീകൾ വെള്ളയ്ക്ക് മാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വിവേകപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വസിക്കുകയും അവർ ജീവനുകളിലേക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരാതിരിക്കാൻ വേണ്ടിയാകുന്നു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദീപചനം അനുസരിക്കാത്ത വർഷം ഭാര്യമാരുടെ ആദരവോടുകൂടി നിർമ്മല നടപടി കണ്ട് വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. മുടി പിന്നുന്നതോ സ്വർണം അണിയുന്നതോ മൂടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവും എന്നക്ഷയമായ ഭൂഷണത്തോടുകൂടെ ഹൃദയത്തിൻ്റെ വ്യക്തിത്വം ആയിരിക്കണം. ഇതാകുന്ന ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തെ പ്രതീക്ഷിച്ച് അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത്. ഇങ്ങനെ സാറ അബ്രഹാത്തെ നാഥ എന്ന് വിളിച്ചു അദ്ദേഹത്തിന് വിധേയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന വർഷം നിങ്ങളും അവരുടെ മക്കളായി തീരും. കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ദമ്പതിമാരോട് സ്നേഹം പ്രകടനമാക്കി കരുണ്യവാനായ കർത്താവേ, വിവാഹത്തിനൊരുങ്ങുമായി ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അനുഭവിക്കാൻ പോകുന്ന ഈ മാതൃഭോജ്യത്തെ ദയാപൂർവ്വം ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഈ ഭോജന വസ്തു ഭഗീരഥ മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണ്ണമായി ഭവിക്കട്ടെ. അങ്ങേക്ക് സമരിതമായ സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്നനുഭവിക്കാൻ ഇടയാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഹലോ ഓൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സന്തോഷം നിറഞ്ഞ സായനത്തിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിവാഹത്തിന് മുമ്പുള്ള ഏറ്റവും സുന്ദരവും മധുരവുമായ മധുരവെപ്പ് ചടങ്ങിലേക്കാണ് നാം എല്ലാവരും പ്രവേശിക്കാൻ പോകുന്നത്. പേര് പോലെ തന്നെ ചടങ്ങും മധുരം, ഓർമ്മകളുടെ മധുരം. ഇന്നു മുതൽ നമ്മുടെ മാളുവിൻ്റെ, ചിലപ്പോൾ പലരും അറിയപ്പെടുന്നത് ഏഞ്ചൽ എന്നായിരിക്കും, ഞങ്ങളൊക്കെ വിളിക്കുന്നത് പാളു അല്ലെങ്കിൽ മാളു എന്നൊക്കെയാണ്. അപ്പം നമ്മുടെ മാളുവിൻ്റെ ജീവിതം മുഴുവൻ മധുരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചടങ്ങ് ആരംഭിക്കുന്നത്. എല്ലാവരും റെഡി ആണെങ്കിൽ നമുക്ക് ഏഞ്ചലിനെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചാലോ? ഏറ്റവും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നമ്മുടെ സ്വന്തം ഏഞ്ചലിനെ, അവളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് അവളുടെ ഓരോ പുഞ്ചിരിക്കും ഓരോ
സന്തോഷത്തിനും പിന്നിലെ ഏറ്റവും വലിയ ശക്തമായ കരങ്ങളായി നിൽക്കുന്ന അവളുടെ ആ പപ്പായുടെയും മമ്മിയുടെയും കരങ്ങൾ പിടിച്ച് ഈ സ്റ്റേജിലേക്ക് കടന്നു വരാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ജോയി അങ്കിളിൻ്റെയും ആനീസ് ആൻറ്റിയുടെയും കൈ പിടിച്ച് ഏഞ്ചൽ ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. നമുക്കെല്ലാവർക്കും വലിയ കൈയടി അവൾക്ക് കൊടുക്കാം. ഏഞ്ചൽ എത്ര സുന്ദരിയായിട്ടാണല്ലേ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ഏഞ്ചലിനെ ഇത്രയധികം വിനയത്തോടെയും മൂല്യങ്ങളോടെയും വളർത്താൻ അവളുടെ മാതാപിതാക്കൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ അവൾ കിടക്കാൻ പോകുന്ന വലിയൊരു ജീവിതത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്കെല്ലാവർക്കും അവൾക്ക് മധുരം കൊടുക്കാം. അപ്പോൾ അതിനായി ആദ്യം മധുരം കൊടുക്കാൻ വേണ്ടി അവളുടെ അമ്മായിയും അമ്മാവനുമായ എൻ്റെ പ്രിയപ്പെട്ട പപ്പാനെയും മമ്മീനെയും വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. മാതാപിതാക്കളും കൂടി സ്റ്റേജിലേക്ക് കടന്നു വരട്ടെ. പ്രിയപ്പെട്ട മാളുവിന് മധുരം കൊടുക്കട്ടെ. മാളുവിന് മധുരം കൊടുക്കട്ടെ. മാളുവിന് മധുരം കൊടുക്കുക. മാളുവിന്റെ അമ്മാവൻ ഇതാ മാളുവിന് മധുരം കൊടുക്കുകയാണ്. എല്ലാരും നിറഞ്ഞ കൈയടി കൊടുക്ക്. ഇനി അമ്മായിയെ മധുരം കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇനി അവളുടെ സ്വന്തം മാതാപിതാക്കൾ അവൾക്ക് മധുരം കൊടുക്കട്ടെ അല്ലേ. ആള് തുടങ്ങാൻ പോകുന്ന പുതിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരംഭമായി നമ്മൾ മധുരം കൊടുക്കുകയാണ്. അവളുടെ ജീവിതം മുഴുവൻ മധുരം നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്റ്റേജിലേക്ക് കയ്യടിയോടുകൂടി ക്ഷണിക്കാം. അപ്പൊ നമ്മുടെ സുന്ദരനും സുന്ദരി സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പം ഇനി ആൽബിന്റെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അവര് മധുരം കൊടുക്കട്ടെ അല്ലേ. കടന്നു വരൂ ടിറ്റു ചേട്ടായി, ചേച്ചി. जहाँ भी हो यादों में हो सांसों में हो मेरी जहाँ भी हो. നമുക്ക് അമ്മച്ചീനെ സ്റ്റേജിലേക്ക് വിളിക്കാം. അവിടെ എല്ലാ ഉയർച്ചകൾക്കും പിന്നിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന അമ്മച്ചിയുടേതാണ്. അമ്മച്ചി കടന്നു പോ.
ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ ഒത്തൊരുമിച്ചെന്നും ദൂരങ്ങൾ പോകുമ്പോൾ ഉത്തമ ജീവിതം നീ തന്നെ നൽകണം നീ തന്നെ നൽകണം ഞങ്ങളെ കാക്കുന്ന ഓരോനെ എങ്ങും നിന്നാമങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ വാഴ്ത്തുന്നു ഇനങ്ങൾ മുല്ലേ മുല്ലേ പീലിപ്പൂവഴകായി പോരൂലേ നീ പോരൂലേ പൊന്നും മിന്നും ചേലോടെ ചാർത്തി നീ പോരൂലേ നീ പോരൂലേ കനവാകെ ചിന്നി മേളം മഴമേളം കൊട്ടി പാട്ടി കൈതാളം തട്ടി വന്നല്ലോ നിൻ കല്യാണം നേരെ മുകിലോലപ്പന്തൽ താഴെ കുടമുല്ലപ്പന്തൽ നിന്നിൽ കളിയാടും നീ അല്ലിപ്പൂവിന് കല്യാണം